ഹലോ സ്കോളേഴ്സ്, ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് റിസർച്ച് എത്തിക്സ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാവുന്നത് എന്നതിനെ പറ്റിയാണ്. ICREP എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. നിങ്ങൾ അവിടെ നിന്നാണ് ഈ റിസർച്ച് എത്തിക്സ് കോഴ്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അവർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അവർക്കൊരു മെയിൽ ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ബാച്ച് ഏതാണെങ്കിൽ, പിന്നെ നിങ്ങളുടെ കോഴ്സ് വർക്കിൻ്റെ മാർക്ക് ലിസ്റ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് നമ്മൾ മെയിൽ അയച്ചതിന് ശേഷം അവിടുന്ന് ഒരു റിപ്ലൈ മെയിൽ വരും. അതായത് നമ്മളുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു 100 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അവരെ നമ്മൾക്ക് മെയിലിലൂടെ അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നതാണ്. അങ്ങനെ വൺസ് നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. വൺസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ വരും. അതായത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സർട്ടിഫിക്കറ്റ് റെഡി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫീസ് അവേഴ്സിൽ അത് പോയി കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കമ്പൽസറി ഒന്നുമല്ല. ഓൾറെഡി നിങ്ങൾ കോഴ്സ് വർക്കിൽ ഈ ഒരു പേപ്പറിൻ്റെ പേരും അതിൻ്റെ സ്കോറും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ മേ ബി ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് യൂസ്ഫുള്ളായിരിക്കും. സോ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.